പുന്നാര ഗൈസേ, ഈ ലക്കി ഡ്രോയിൽ ആളുകൾ വീഴുന്നത് എന്തുകൊണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മലയാളികൾ ഈ സെൻറ്റിമെൻ്റൽ കോമഡിയിലൊക്കെ പെട്ടെന്ന് വീഴും. അതായത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ്, കടബാധ്യതയാണ്, ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്, എന്നെ നിങ്ങൾ രക്ഷിക്കണം. അത് പിന്നെ കുറേ ദൈവത്തിനെ വിളിക്കലും ആവുമ്പോൾ, നിങ്ങൾക്ക് ദൈവം നല്ലത് വരുത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ മനസ്സലിഞ്ഞിട്ട് അയ്യോ പറഞ്ഞിട്ട് വീഴും. പക്ഷേ പല ആളുകളും എന്താ വെച്ചാൽ ഇങ്ങനെ സഹായിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ആളുകളെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെക്കാൾ താഴ്ന്ന തട്ടിലുള്ള, നമ്മളെക്കാൾ ദുരിതം അനുഭവിക്കുന്ന, ഞാൻ അതാണ് ഉദ്ദേശിച്ചിട്ട് താഴ്ന്ന തട്ട് എന്നുള്ളതുകൊണ്ട് വേറെ ഒന്നുമില്ല, നമ്മളെക്കാൾ പരിതാപകരമായ അവസ്ഥയിലുള്ള ആളുകളെയാണ് നമ്മൾ പൊതുവേ സഹായിക്കുക, അല്ലേ? പക്ഷേ ലക്കി ഡ്രോയിലൊക്കെ അവസ്ഥകൾ നോക്കി നോക്കുക. അതായത് 2600 സ്ക്വയർ ഫീറ്റ്, 3000 സ്ക്വയർ ഫീറ്റ് ഇതൊക്കെ പറഞ്ഞിട്ട് വീടുള്ള ആളുകളെയാണ് നമ്മൾ സഹായിക്കുന്നത്, അവർക്ക് കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കാര്യത്തിലേക്ക് നമ്മൾ സാധാരണ രീതിയിലുള്ള ചിന്തയിലൊരു വ്യത്യാസം വരികയാണ്. നമ്മളെയൊക്കെ കാശുള്ള ആളുകളെ നമ്മൾ സഹായിക്കണം. നമ്മൾ സ്ഥിരം ജോലിക്ക് പോയിട്ട് 700 റുപ്യ, 500 റുപ്യ, 1000 റുപ്യ അതൊക്കെ കൊണ്ട് അങ്ങനെ കിട്ടുന്ന കുഞ്ഞു ലൈഫുള്ള ആളുകളായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മളിവിടെ ലക്ഷങ്ങൾ കോടികൾ കൊണ്ട് അമ്മാനാടുന്ന ആളുകൾക്ക് ഒരു കടം വന്നിട്ട്, എന്നിട്ട് അവരെ വീട് ജപ്തിയാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ആത്മഹത്യയുടെ വക്കിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവർ സഹായിക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യമല്ല, അവർക്ക് അവരുടേതായ ഒരു ലൈഫ് സ്റ്റൈലും അവരെയൊക്കെ വലിയ ആൾക്കാരായിട്ട് പിടിപാടും ഒക്കെ ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ അങ്ങനെ ഒരു രീതിയിലായിരിക്കില്ല അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരിക്കും. എന്തോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ സഹായിക്കാൻ ഇറങ്ങിയായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചുമ്മാ സഹായിക്കാമെന്ന് മാത്രമല്ല, ഒന്നാമത് ദൈവത്തിനെ വിളിക്കുമ്പോഴുള്ള ഒരു സഹായിക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. പിന്നെ ആത്മഹത്യയുടെ വക്കിലാണെന്നൊക്കെ പറയുമ്പോൾ സണ്ടായിരിക്കും. ഇവരുടെ ഈ സംഗതികൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കുറ്റബുദ്ധിയായിരിക്കും പലപ്പോഴും ലക്കി ഡ്രോ. കാരണം ഇവരുടെ ബന്ധുക്കാർക്കൊക്കെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കുന്ന സംഭവം നമ്മൾ ഇതിനിടയ്ക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, എന്തായാലും ടൈപ്പ് പരിപാടി എന്നൊക്കെ. പിന്നെ വ്ളോഗേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഫുള്ള് മാർക്കറ്റിങ് അത് ഇത് സാധനം, അപ്പോൾ അവർക്ക് കമ്മീഷന് കൊടുക്കേണ്ടായിരിക്കും. അല്ലാണ്ട് ഫ്രീ ആയിട്ടല്ലല്ലോ വ്ളോഗേഴ്സ് വന്നിട്ട് സാധനം ചെയ്യേണ്ടായിരിക്കും. പറയുമ്പോൾ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു പൈസ നമ്മൾ എടുക്കണില്ല എന്നൊക്കെ ചില നാറികൾ പറയുന്നുണ്ടായിരിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല. ഇവന്മാരുടെ ടൈപ്പുകൾ ഒന്ന് തലപ്പൊക്കെ ആലോചിച്ച് നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വേറൊരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവന്മാർ നമ്മൾ സാധാരണ എന്താ വെച്ചാൽ നമ്മളെക്കാൾ പരിതാപകരമായ ആളുകളെ നമ്മൾ സഹായിക്കുക എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെയൊക്കെ കാശുള്ള ആളുകൾ സഹായിക്കണമില്ലേ എന്നുള്ളൊരു സൈക്കോളജിക്കലായിട്ടുള്ള സന്തോഷം ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും, പലരുടെ ഉള്ളിൽ എന്ന് തോന്നുന്നു. മാത്രമല്ല നമുക്ക് പ്രൈസും കിട്ടും. അതായത് അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ 2500 ഇതിൻ്റെ സ്ക്വയർ ഫീറ്റിന് 3000 ഉറുപ്പിക എടുത്ത് 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ ഇത് നമുക്ക് കിട്ടാനുള്ള സാധ്യത അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സംഗതി, അപ്പോൾ നമുക്ക് ഇതൊരു തരം ഒരു അതായത് നമ്മളായിട്ട് അവരേത് പിടിച്ചു പറിച്ച് കൊണ്ടുപോകണ പോലെയുള്ള ഒരു സന്തോഷം ഒരു പക്ഷേ പലരുടെ ഉള്ളിലുണ്ടാവും തോന്നണം. ഇത് ഇതുപോലെ അറിയാം. ഇപ്പോൾ നമ്മൾ ഒരാളെ എന്താ പറയുക, അതായത് നമ്മളെ ഇതൊരു അസൂയയുടെ ഒരു സൈക്കോളജിയാണ് തോന്നണം പല ആളുകൾക്കും. അതായത് ഇപ്പോൾ പല ആളുകൾക്കും ഇങ്ങനെ തോന്നില്ലേ, നമ്മളെ വല്ലാണ്ട് ഭരിച്ച, നമ്മളെ ഒരുപാട് ദുരുപയോഗം ചെയ്ത ആളുകൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവാണ് മറ്റേ ആൾ എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അവർക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമൊക്കെ പലർക്കും വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പലർക്കും. പക്ഷെ അവർ പുറത്ത് കാണിക്കും, അയ്യോ പാവൂല എന്തായാലും എന്നൊക്കെ. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതിൽ മാത്രമല്ല, അവരധ്വാനിച്ചാൽ സാരം അവർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ, ആ സാധ്യത നമ്മൾ ഒഴിവാക്കില്ല, ആ ഒരു ചാൻസ് നമ്മൾ തള്ളിക്കളയൂല. അപ്പോൾ ഇതുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ ലക്കി ഡ്രോയിൽ പാവങ്ങൾ പങ്കെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇത് അതുമല്ല, ഇത്രയും വലിയ കാശ് കൊടുത്തിട്ടല്ലേ ഇവിടെ സഹായിക്കണത്. നിങ്ങളൊരു കാര്യം വെച്ചേക്ക്, ഈ സാധാരണ ലോട്ടറി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ സാധാരണ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ കേരള ഗവൺമെൻറ് ലോട്ടറി പരിപാടിയൊക്കെ ഉള്ളത്. ഈ ലോട്ടറി എടുക്കണമെന്ന് തന്നെ 50 റുപ്യൊക്കെ വെറുതെ നമ്മൾ നശിപ്പിച്ച് കളയേണ്ട, എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, ഗാംബ്ലിങ് നടത്തുന്നത്, ചൂതാട്ടം പോലുള്ളൊരു സെറ്റപ്പാണ് ലോട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ പലരും ഈ 1000 റുപ്യയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താ സംഭവം? അതായത് ഒന്നല്ലെങ്കിൽ അപ്പോൾ അവരുണ്ടാക്കിയൊരു സ്വത്ത് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്, ഇതൊരു സംഗതി. വലിയ വീട് നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലേ ഒരു സാധനം. അപ്പോൾ ഈ 50 റുപ്യാണ് 1000 റുപ്യ വലുത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു സൈക്കോളജി എന്താ? അത് മാത്രമല്ല, എനിക്ക് തോന്നുന്ന വേറെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പല ആളുകളും പിന്നെ പാവങ്ങൾ ഇങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ, എന്തായാലും നമ്മളൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് പറ്റുണ്ടാവില്ല ഇത്ര ഇൻറ്റീരിയർ സൗകര്യം അടിപൊളിയായിട്ടുള്ള അങ്ങനെ ഒരു സ്ഥലത്തൊരു വീട് മറിച്ച് വിറ്റാൽ കോടികൾ നമുക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് പലപ്പോഴും എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, ഇവർ എല്ലാവരും കഷ്ടപ്പാടും ഇതിൻ്റെയൊക്കെ ഇടയിൽ അവരെന്താ വെച്ചാൽ നമ്മുടെ ജീവിതം അടിപൊളിയാവട്ടെ, നമുക്ക് രാജാവിനെ പോലെ അല്ലെങ്കിൽ തമ്പുരാനെ പോലെ എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, നാട്ടുരാജാവിനെ പോലെ നമുക്ക് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് മാടമ്പിയായിട്ട് ജീവിക്കാൻ പറ്റും, നമ്മൾ വാമ്പ കാശുകാരായിട്ട് അഥവാ കിട്ടാനുള്ള സാഹചര്യമാണ് ഈ സാധനം ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുന്നിൽ നമുക്ക് ആളാവണം. ചിലപ്പോൾ നമ്മളെ തരം താത്തിണ്ടാവും കാശില്ല പറഞ്ഞിട്ട് ആൾക്കാർ. അപ്പോൾ അവരുടെ മുന്നിൽ ആളാവണം. മെയിൻ ആവണത് എങ്ങാനും അടിച്ചിട്ടുണ്ടെങ്കിലോ 1000 റുപ്യ പോയാൽ പോട്ടെ. അതുമല്ല, നമ്മൾ
നമ്മളെക്കാൾ വലിയ കാശുള്ള ഒരാളെയാണല്ലോ നമ്മൾ സഹായിക്കണം എന്നുള്ള ഈ സൈക്കോളജിക്കലായി ഈ സാധനങ്ങൾ മൊത്തമായിട്ട് കയറി വരുമ്പം ഏത് കാശില്ലാത്തവനും ദൈവത്തിൻ്റെ ഈ സാധനം എല്ലാം കൂടി കയറുമ്പോൾ ഏത് കാശില്ലാത്തവനും തന്നെ സഹായിച്ചോളും. ഇതാണ് സൈക്കോളജിക്കലായിട്ടുള്ള കളി. ഓക്കെ, ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ അത്യാവശ്യം ബോധമുള്ള ഒരാൾ ഈ ലക്കി ഡ്രോയിൽ പെട്ടെന്ന് അങ്ങ് ചാടി കയറൂല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. ഈ വ്ളോഗേഴ്സും എല്ലാവരും ഇങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് വാഫിയും അതേപോലെ എല്ലാവരും കൂടി നമ്മളെ ഓപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കൊരു ആലോചിച്ചാൽ മനസ്സിലാവും. എന്നാലും നമ്മളെന്താ വെച്ചാൽ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും, അഥവാ ലഡു കിട്ടിയാലോ, അഥവാ ബിരിയാണി നമുക്ക് കിട്ടിയാലോ എന്നൊരു സാധനം അല്ലേ. അങ്ങനെയാണ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ മറ്റേത് വായിച്ചാൽ ഇത് ഇല്ലീഗലായിട്ട് അത് പറഞ്ഞത് കാര്യമില്ല. ആളുകൾ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ആളുകൾ പലരും ജീവിക്കണത്. അവർക്ക് ഫിലോസഫിക്കലായ ചില കാര്യങ്ങൾ എന്താ പറയുക, മറ്റുള്ളവരെയൊക്കെ ഒരു ബെറ്ററായ രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാനും മറ്റുള്ളവരെയുള്ള പല സാരകൾ കണ്ണ് തള്ളുന്നൊരവസ്ഥയിൽ അത് നേടിയെടുക്കാനുള്ള ഒരു പൊഴിച്ചിലുമൊക്കെ ആളുകളുടെ പലരുടെ ഉള്ളിൽ പൊതുവെ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് ഗൈസ്? അപ്പോൾ നേടിയെടുക്കാനും വെട്ടിപ്പിടിക്കാനും ഭരിക്കാനും ഒക്കെ ഉള്ള ഒരു സാധനം പലരുടെ ഉള്ളിലുണ്ട് എന്ന് തോന്നുന്നു. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അത് പ്രശ്നമായി തീരും. അത് പലതിൻ്റെ പേരിൽ ചിലർ കുഴിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി ഇതാണ്, ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇനിയും പല ആളുകളും ഇനിയും വരും, കഷ്ടപ്പാടും കുറ്റപ്പറയിലൊക്കെ ആയിട്ട് അവരവരുടെ ബന്ധുക്കാരും കഷ്ടപ്പാടും ഒക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടെ ബന്ധുക്കാർക്കൊക്കെ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇതിലേക്ക് വലിയ ഫ്രോഡ് പരിപാടികൾ ഇനിയും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിക്കാം. ഓക്കെ, ഇതൊരു പുതിയ തരത്തിലുള്ള മാഫിയയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്ത മറ്റേ ലക്കി ഡ്രോ കോൺടെസ്റ്റിന് നമുക്കെല്ലാവർക്കും തയ്യാറാവാം. വെക്കട്ടെ 5000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഗംഭീര വീട്. 1000 അല്ല 5000 റുപ്യ ടിക്കറ്റ് വെച്ചാൽ വീടുകാർ ഇവിടെ ആൾക്കാരുണ്ട് എന്നാണ് എനിക്കൊന്ന് ഗൈസ്. ആദ്യമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ, സീ യു.